friends, welcome back to my YouTube channel. It's me, Tanu's mom. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ന്യൂ ഇയർ വ്ളോഗിലോട്ടാണ്. ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് റാസൽ ഖൈമയിലെ ഒരു ഫാം ഹൗസിലോട്ടാണ് കേട്ടോ. സോ റാസൽ ഖൈമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദുബായിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. സോ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ നമുക്ക് കുറേ ഡെസേർട്ടും അതേപോലെ തന്നെ ഇടയ്ക്ക് കുറച്ച് സ്ഥലം വരുമ്പോൾ നല്ല പച്ചപ്പ്, ഏതോ ഫാമൊക്കെയാണെന്ന് തോന്നുന്നു. നല്ല കുറേ ഗ്രീനറി അങ്ങനെയുള്ള കുറച്ച് സീനറീസ് ഉണ്ട്. സോ പിന്നെ കുറേ ക്യാമൽസിനെയൊക്കെ നമുക്ക് സൈഡിലൊക്കെ കാണാം. സോ നമുക്ക് നമ്മളുടെ ഫാം ഹൗസിലോട്ട് പോകാം. സോ ഇതാണ് നമ്മളുടെ ഫാം ഹൗസിൻ്റെ ഒരു എൻട്രി വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഫാം ഹൗസിൻ്റെ ഒരു എൻട്രി വ്യൂ. നമ്മളുടെ കൂടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേറെ ഒരു 6 ഫാമിലീസ് കൂടിയുണ്ട്. നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്, അഭിയുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പാണ്. സോ എല്ലാവരും കുറച്ച് പേര് വന്നിട്ടുണ്ട്, കുറച്ച് പേര് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് പുറത്തിരിക്കാനും അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂള്, കാറൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫാം ഹൗസാണിത്. ഈ ഫാം ഹൗസ് ഒരു നമ്മൾ മതിലൊക്കെ കെട്ടിയ ഒരു ചെറിയൊരു കോമ്പൗണ്ടിനകത്താണ്. പിന്നെ ഇതിന് പുറത്താണെങ്കിൽ കുറച്ച് കൃഷി അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങൾ വെറുതെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് വെളിയിലിരിക്കാനും അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പൂൾസ്, പിന്നെ പ്ലേ ഏരിയ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു, കാരണം അവർക്ക് കളിക്കാനുള്ള ഊഞ്ഞാൽ അതേപോലെ തന്നെ സ്ലൈഡർ എല്ലാം ഉണ്ടായിരുന്നു. തനിക്കൂട്ടം വന്നപ്പോഴേ ഊഞ്ഞാലിലോട്ട് വലിഞ്ഞു കയറി കേട്ടോ. പിന്നെ ഇതാണ് നമ്മളുടെ ചെന്ന് കയറുമ്പോഴേ ഉള്ളൊരു ഹോളിൻ്റെ ഏരിയ. 3 ബെഡ്റൂം ആയിരുന്നു മൊത്തം. 3 ബെഡ്റൂമിൽ നമുക്ക് എക്സ്ട്രാ ബെഡും അതേപോലെ തന്നെ മാട്രസും എല്ലാം ഉണ്ട്. പിന്നെ ആവശ്യത്തിന് ബാത്റൂമും ഉണ്ടായിരുന്നു. ഇത് കൂടാതെ തന്നെ നമുക്ക് പുറത്തും അതേപോലെ തന്നെ ഇരിക്കാനും കിടക്കാനും ഒക്കെ ആയിട്ട് ധാരാളം സ്ഥലമുണ്ട്. തനിക്കുട്ടൻ ഓടി നടന്ന എല്ലാ റൂംസും ബാത്റൂമും എല്ലാം ഓപ്പൺ ആക്കി നോക്കുകയാണ്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടാറില്ല. കാരണം ഫ്ലാറ്റിലെ ലൈഫല്ലേ, കാരണം പുറത്തോട്ട് വല്ലപ്പോഴുമാണ് ഇറങ്ങാറ്. സോ ഇവക്ക് ഇവിടെ കിട്ടിയപ്പോൾ ഭയങ്കര ഫ്രീഡമാണ്. സോ എല്ലായിടത്തും ഓടി നടന്ന് ഒരിടത്ത് പോലും തനിക്കുട്ടൻ ഇരിക്കുന്നില്ല. ഫുൾ ടൈം ഓട്ടവും ചാട്ടവും ആയിരുന്നു. പിന്നെ കുട്ടികളെയും കൂടെ കണ്ടാൽ പിന്നെ പറയേണ്ട കാര്യമേ ഇല്ല. പിന്നെ പുറത്ത് വരികയാണെങ്കിൽ ഇതേപോലെ കുറേ ചെയേഴ്സും പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറേ ഏരിയകളും അങ്ങനെയൊക്കെ, സ്വിമ്മിംഗ് പൂള്, പിന്നെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ട്. പിന്നെ കിച്ചൺ സെപ്പറേറ്റ് ഉണ്ട്. കിച്ചൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. കിച്ചൺ സെപ്പറേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അവിടെ എല്ലാ കുക്കിംഗ് ഐറ്റംസ് ഉണ്ട്, ഗ്യാസ്, നമുക്ക് ഓവൻ, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ നമുക്ക് അത്യാവശ്യം വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. ഇത് പുറത്തുള്ള ഒരു റൂമാണ്. ഇത് വന്നപ്പോഴേ കുട്ടികൾ കയറി കൈയടക്കി കേട്ടോ. അവരുടെ ഒരു മീറ്റിംഗ് പ്ലേസ് ആയിട്ടാണ് അവരിതിനെ കൺസിഡർ ചെയ്തത്. സോ വേറെ ആർക്കും അങ്ങോട്ട് എൻട്രി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് നമ്മളുടെ പുറത്തുള്ള ഒരു കുക്കിംഗ് ഏരിയ. നമുക്കിവിടെ ബാർബിക്യൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള കുറേ നമുക്ക് ഇരിക്കാനുള്ള കുറേ സീറ്റിംഗ് ഫെസിലിറ്റീസും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ചൊരു ഓപ്പൺ ഏരിയ ഉണ്ട്. കുട്ടികളെല്ലാം വന്നപ്പോഴേ ഊഞ്ഞാലാടി. ഇതാണ് ബിന്ദു ചേച്ചി നമ്മളുടെ ഫ്രണ്ടിൻ്റെ കുട്ടിയായിട്ടിരുന്ന് ഊഞ്ഞാലാടിയാണ്. ഇതാണ് രേവതി. സന്ധ്യ ആയപ്പോഴത്തേനും ചെറിയ ഇരുട്ടൊക്കെ വീണു. അപ്പോഴത്തേനും ഫുള്ള് ലൈറ്റ് ഇട്ട് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേനും നല്ല ഭംഗിയായിരുന്നു ഫാം ഹൗസ് കാണാനായിട്ട്. പിന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വിശേഷം പറിച്ചിലും, കാരണം കുറേ നാളുകൾക്ക് ശേഷം കാണുകയാണ്. കുട്ടികളൊക്കെ കളികളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ആണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. ഈ ഒരു റാസൽ ഖൈമയിലെ ഫാം ഹൗസ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പ്രേമ മൂവിയിലെ ഒരു ഡയലോഗാണ് കേട്ടോ. ആ റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളത്. പിന്നെ ഡാൻസ് ചെയ്യാണ് നമ്മൾ ഡെക്കറേഷൻ്റെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരുന്നത്. കാരണം ന്യൂ ഇയർ ബേസ്ഡ് തീമായിരുന്നു. ഡാൻസ് എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് ഡാൻസ് തന്നെ ബലൂൺ എല്ലാം ബ്ലോ ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്യാണ് കേട്ടോ. ഡാൻസിയുടെ അടുത്തിരിക്കുന്നതാണ് ഡാൻസിയുടെ പപ്പി സാഷ. എല്ലാ കുട്ടികളും സാഷയുടെ പുറകിലാണ്. ഈ പിള്ളേരെ കാരണം സാഷയ്ക്ക് ഭയങ്കര പേടിയായി ഡാൻസിൻ്റെ അടുത്ത് നിന്ന് മാറാതിരിക്കുക. കാരണം പിള്ളേരെല്ലാം ഇതിനെ തന്നെ പിടിക്കാനായിട്ട് നടക്കുകയാണ്, എടുക്കാനും പിടിക്കാനും തൊടാനും. പിന്നെ പിള്ളേരുടെ ഒരു ലോകം, അവരുടേതായിട്ടുള്ളൊരു റൂം ഇത് കയ്യേറി കഴിഞ്ഞു. വേറെ ആരെയും ഇങ്ങോട്ട് അലൗ ചെയ്യുന്നതല്ല. എന്നിട്ട് സ്വപ്ന എല്ലാവരും ഡെക്കറേഷൻ്റെ പ്രിപ്പറേഷനിലാണ്. ഇവിടെ ബാർബിക്യൂ സെഷനാണ്. ബാർബിക്യൂ കോണും അതേപോലെ ചിക്കനും ഒക്കെ ബാർബിക്യൂന് ഇട്ടിട്ടുണ്ട്.
ഇതാണ് നമ്മളുടെ മെയിൻ ഷെഫ് സജീവാണ് ഫുള്ള് പ്രിപ്പയർ ഒക്കെ ചെയ്തത്. സജീവിൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. തനുക്കുട്ടനെ സാക്ഷി എടുത്തു പൊക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ചേരം ഒന്ന് ഹോൾഡ് ചെയ്യാൻ കൊടുത്തു. പിന്നെ ബാർബിക്ക് ബിന്ദു ചേച്ചി ഏൽപ്പിച്ചിട്ട് സജീവ് എങ്ങോട്ടോ ഒന്ന് രക്ഷപ്പെട്ടു പോയി കുറച്ച് നേരത്തേന്. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, നല്ല മസാലയായിരുന്നു, നല്ല ചിക്കൻ ബാർബിക്യൂ ചെയ്ത ചിക്കൻ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എല്ലാവരും പാർട്ടി മോഡിലോട്ട് വന്നു കഴിഞ്ഞു. ഡെക്കറേഷനും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഫുഡും ഒക്കെ കഴിക്കാൻ തുടങ്ങി. സോ ഇതാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തൊരു നമ്മളുടെ ഒരു ഫൈനൽ വ്യൂ എന്ന് പറയാം നമ്മുടെ ഡെക്കറേഷൻ്റെ. എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. टमाटो का अच्छा है, अगर दोनों मिक्स करेंगे तो नहीं लगता। दोनों मिक्स करेंगे അങ്ങനെ കറക്റ്റ് 12 മണിക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാവരും ആദ്യത്തെ 2025 ആദ്യ വീഡിയോയ്ക്കും അതേപോലെ തന്നെ ഫോട്ടോയ്ക്കുള്ള പോസാണ് കേട്ടോ. നമ്മുടെ ന്യൂ ഇയർ റിലേറ്റഡുള്ള പ്ലക്കാർഡ്സ് ഉണ്ട് എല്ലാവരുടെയും കയ്യിൽ. സോ എല്ലാവരും ഓരോന്നും പിടിച്ച് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള പോസ് ചെയ്തിരിക്കുകയാണ്. ഉമേഷിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേയുടെ കേക്ക് നമ്മൾ കട്ട് ചെയ്തു. പിന്നെ കുറേ ഗെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കും അതേപോലെ തന്നെ വലിയവർക്കും വേണ്ടിയിട്ട്. അങ്ങനെ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നൂഡിൽസ് ഉണ്ടായിരുന്നു, ബ്രെഡ്, ദോശ, അങ്ങനെ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം കുട്ടികളും എല്ലാവരും ആണെങ്കിൽ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങി. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ തനിക്കൂട്ടം കുറേ നേരമായിട്ട് വഴക്കായിരുന്നു. ഇറങ്ങിയതിന് ശേഷം നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. പക്ഷെ കയറാൻ പറഞ്ഞിട്ട് തിരിച്ച് കയറുന്നതും ഇല്ല കേട്ടോ. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. തനിക്കൂട്ടം വിറയ്ക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷം. അങ്ങനെ എല്ലാവരും റീൽസ് എടുക്കാനുള്ള പ്രാക്ടീസിലാണ്. നമ്മൾ തട്ടിക്കൂടിയ റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനം ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. എല്ലാവരും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരുടെയും വീട്ടിലോട്ട് പോവുകയാണ്. 2025 യാത്ര തുടങ്ങുകയാണ് ഇവിടെ നിന്നിട്ട്. എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു. 2025 നല്ലൊരു മനോഹരമായൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ.